കൃഷ്ണ ഗുരുവായൂരപ്പ. ഇന്നത്തെ നിർമ്മാല്യ ദർശനമാണ്. നിർമ്മാല്യ ദർശനത്തിൻ്റെ സമയമാണ്. അപ്പോൾ അത് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നത്. ഗുരുവായൂരപ്പൻ്റെ നമുക്ക് എത്താൻ കഴിയാത്ത ആളുകൾക്കൊക്കെ ആ ഗുരുവായൂരപ്പനെ ഒന്ന് കാണാൻ, ആ നിർമ്മാല്യ ദർശനത്തിൻ്റെ സമയം, ആ സമയത്തൊന്ന് കാണാനുള്ള ആ ഒരു കൊതി ഉണ്ടല്ലോ, ആ കൊതി ഒന്ന് മാറാൻ, അവിടെ എത്തി എന്നുള്ളത് മനസ്സുകൊണ്ടെങ്കിലും ആ ഗുരുവായൂർ എത്തി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ. ഈ ഗുരുവായൂരപ്പൻ്റെ, നമ്മളെ കണ്ണൻ, നമ്മളെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ തീർത്ത് തരുന്ന ആ കണ്ണനല്ലേ, ആ കണ്ണൻ്റെ കാലിൽ നമ്മൾ വീണുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ കണ്ണനെ കാണാനായിട്ട് നിർമ്മാല്യ ദർശന സമയമാണ്. 3 മണിക്ക് തുറന്ന് ഇതായി തുറക്കണു. ആ 3 to 3:15 ശേഷമാണ് പടിഞ്ഞാറ് നടയിൽ കൂടെയും അതുപോലെ ഭഗവതി നടയിൽ കൂടെയൊക്കെ പുറത്തുനിന്ന് വരാൻ കഴിയുള്ളൂ. ശരിക്കും ജനറൽ ക്യൂ മാത്രമാണ് ആ നിർമ്മാല്യ ദർശനത്തിനുള്ള ഒരു ഏക പോം വഴി. പിന്നെ ഈ പറഞ്ഞമാതിരി സ്പെഷ്യൽ ദർശനത്തിൻ്റെ അത് കിട്ടും. എന്തായാലും കിഴക്ക് വശത്ത് കൂടെ മാത്രമേ വരാൻ കഴിയൂ. ഇന്നും രാവിലെ നിർമ്മാല്യമാണെങ്കിലും അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ, ആ ഉണ്ണിക്കണ്ണൻ്റെ നിർമ്മാല്യ ദർശനം കിട്ടി എന്നുള്ളൊരു സംതൃപ്തി ഉണ്ടാവട്ടെ. ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്ത് പ്രശ്നം വന്നാലും ആ ഗുരുവായൂരപ്പൻ്റെ കാല് വിടില്ല എന്നുള്ള ഒരൊറ്റ ആ ഒരു ഷാഢ്യം, നമുക്ക് അങ്ങനെ തന്നെ പറയാം, ഷാഢ്യത്തിൽ നമ്മൾ ആ കാല് പിടിച്ചാൽ ഒരിക്കലും നമ്മളെ ആ കാല് തള്ളിക്കളയില്ല ഭഗവാൻ. ഭഗവാൻ അത്രയ്ക്കും ഭക്തരുടെ സന്തത സഹചാരിയായിട്ട് കൂടെ ഉണ്ടാവും. ആ ഗുരുവായൂരപ്പനെ നമ്മൾ മനസ്സ് എപ്പോഴും ആ ഗുരുവായൂരപ്പൻ്റെ കൂടെ. ഗുരുവായൂരപ്പനാണ് എല്ലാം. ഭൂമിയിലും എവിടെയാണെങ്കിലും ആ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അത്രയ്ക്കും അത്രമേൽ ഇഷ്ടമാണ് കണ്ണാ എന്ന് നമ്മൾ പറയില്ലേ. ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. എന്താ പറയുക, കാല് എന്തിനാണ് ഗുരുവായൂർ, നമുക്ക് ഗുരുവായൂർ വരാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാ കാല് തന്നത് എന്നൊക്കെ പറഞ്ഞ പാട്ടില്ലേ, അതേപോലെ കണ്ണെന്തിനാ തന്നത്, ഗുരുവായൂരപ്പനെ കാണാനല്ലാതെ വേറെ എന്തിനാ അത് ഉപയോഗിക്കുക എന്ന് ചോദിച്ച മാതിരിയാണ്.